വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഏത് വസ്ത്രമെടുത്താലും 50% വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഓഫർ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 232394. പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് എത്തിച്ച് തൃശൂർ സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കാമെന്നത് വ്യർത്ഥ മോഹം മാത്രമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നിയമസഭയിൽ അഴിഞ്ഞുമുണ്ട് പോലും മുറുക്കിയൊടുക്കുവാൻ എണീക്കാത്ത ആളാണ് കെ രാധാകൃഷ്ണനെന്നും കെ അജിത് കുമാർ പറഞ്ഞു. അധികാരം കയ്യിലുള്ളവരാണ് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുവാൻ ശ്രമിക്കുന്നത്. അധികാരമില്ലാത്ത സാധാരണ പ്രവർത്തകർ എന്നും കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കും. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ ഭർത്താവും മകനും ഡ്രൈവറും ഉൾപ്പെടെ 5 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് നഷ്ടമാകുക. തൃശൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും CPM BJP കുടുംബത്തെ കോൺഗ്രസിൽ എത്തിച്ച് 10 വോട്ടുകൾ നേടിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. പത്മജ വേണുഗോപാലിന് കെ കരുണാകരന്റെ മകൾ എന്ന ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. BJP-യിൽ പോയതോടെ അത് നഷ്ടപ്പെട്ടു. BJP-യിൽ നിന്ന് എന്ത് സ്ഥാനം ലഭിച്ചാലും കെ കരുണാകരന്റെ മകൾ എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം പത്മജയ്ക്ക് നേടുവാൻ കഴിയില്ല. ഇത് വിട്ട് വേറെ ആൾ പോകാനില്ല. ഒരു 5 വോട്ട് പോവും. അപ്പൊ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യൂൻസിലെ ഏതെങ്കിലും CPM-കാരനെ BJP-കാരനെ 10 വോട്ടുള്ള കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം തീർന്നു. സാധാരണക്കാരൻ ഇത്രയേ ഉള്ളൂ പത്മജ വേണുഗോപാല്. ആ പത്മജ വേണുഗോപാല് ലീഡറുടെ മകൾ എന്നുള്ള ഐഡന്റിറ്റിയാണുള്ളത്. കെ കരുണാകരന്റെ മകൾ ആ ഐഡന്റിറ്റിയാണുള്ളത്. ആ ഐഡന്റിറ്റി BJP പോയോടുകൂടി കഴിഞ്ഞു. ഇനിയിപ്പോ ചിലപ്പോ ഗവർണർ ആവാം, എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കിട്ടും. പക്ഷെ സ്ഥാനം കിട്ടിയതുകൊണ്ട് കെ കരുണാകരന്റെ മകൾ എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം പത്മജയ്ക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിഗത അഭിപ്രായം. ഞാനിത് അറിഞ്ഞ വശാകെ വിളിച്ചു. വളരെ വിഷമം, അടുത്ത ബന്ധമുള്ളത് കൊണ്ട് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. കെ രാധാകൃഷ്ണന്റെ വാട്ടർലൂം ആണ് ഈ തെരഞ്ഞെടുപ്പ്. വളരെ ചെറിയ മാർജിനിൽ ജയിച്ചു കയറിയ ഭാഗ്യവാനാണ് കെ രാധാകൃഷ്ണൻ. ഒരു തവണ സ്പീക്കറും 2 തവണ മന്ത്രിയായിട്ടും അദ്ദേഹത്തിനല്ലാതെ ആർക്കെങ്കിലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ലഭിക്കുന്ന MLA ഫണ്ട് വിനിയോഗം അല്ലാതെ എന്താണ് ചേലക്കര മണ്ഡലത്തിന്റെ സംഭാവനയ്ക്ക് രാധാകൃഷ്ണൻ ചെയ്തത് എന്നും അദ്ദേഹം ചോദിച്ചു. പിന്നെ ഇവിടെ ആലത്തൂർ മണ്ഡലത്തിൽ നമ്മൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കുന്നത്. കെ രാധാകൃഷ്ണൻ ഒരു വലിയ എതിരാളിയൊന്നുമല്ല രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം. VK ബിജുവിനെ വലിയ വോട്ടിന് തോൽപ്പിച്ച രമ്യ രാധാകൃഷ്ണൻ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുന്നു. രാധാകൃഷ്ണന്റെ വാട്ടർലൂ ആണ് ഈ തെരഞ്ഞെടുപ്പ്. രാധാകൃഷ്ണൻ വളരെ ഭാഗ്യവാനാണ്. വളരെ ചെറിയ മാർജിൻ ജയിച്ച് കഴിഞ്ഞ തവണയാണ് ഒരു വലിയ മാർജിൻ അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം സ്പീക്കറായി 2 തവണ മന്ത്രിയായി. അദ്ദേഹം ഇതൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിനല്ലാതെ ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേലക്കരക്കാർ പറയുന്നത് ഇല്ലാന്നാണ്. ചില റോഡുകളും പാലങ്ങളും ഒക്കെ പണിതുണ്ടാവും. 5-6 കോടി MLA ഫണ്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ സ്വാഭാവികമായി വരുന്ന വികസനങ്ങളുണ്ട്. അത് വിട്ട് എന്താണ് ചേലക്കര മണ്ഡലത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് രാധാകൃഷ്ണൻ ചെയ്യാൻ പറ്റിയത്? പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അഴിഞ്ഞ മുണ്ടൊടുക്കുവാൻ പോലും നിയമസഭയിൽ എണീക്കാത്ത ആളാണ് കെ രാധാകൃഷ്ണനെന്നും കെ അജിത് കുമാർ പരിഹസിച്ചു. പ്രതിപക്ഷത്തിരിക്കുമ്പോഴോ ഭരണപക്ഷത്തിരിക്കുമ്പോഴോ അഴിഞ്ഞ മുണ്ടൊന്നും എടുക്കാൻ വേണ്ടി പോലും അദ്ദേഹം അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ? കെ രാധാകൃഷ്ണൻ അസംബ്ലിയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു. സാധാരണ നമ്മൾ കുറെ നേരം ഇരിക്കുമ്പോൾ മുണ്ടൊന്നും ലൂസാവുമല്ലോ. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റാൻ പോലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അസംബ്ലിയിൽ എഴുന്നേൽക്കാത്ത ഒരാളാണ് രാധാകൃഷ്ണൻ. ഇപ്പൊ ഇന്ന് കിടക്കുന്ന പ്ലാഴി റോഡ് ഉൾപ്പെടെ CN ബാലകൃഷ്ണൻ UDF ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് കൊണ്ടുവന്നത്. അതിന്റെ നേട്ടം രാധാകൃഷ്ണൻ MLA കിട്ടിയെന്ന് മാത്രം. ഒരു പാവ പയ്യനെ പ്രദീപിനെ പോലുള്ള ഒരാളെ MLA ആക്കി അവസാനം വീണ്ടും തുടർഭരണം കിട്ടുമെന്ന് കണ്ടപ്പോൾ ചാടി വന്ന് വീണ്ടും മന്ത്രിയാവുന്ന ആളാണ്. അധികാരമോഹത്തിന്റെ ഉത്തുംഗ ശൃംഖത്തിലിരിക്കുന്ന ആള്. ഭരണപരമായും എല്ലാ അധികാരങ്ങളും കിട്ടി ഒന്നും ചെയ്യാത്ത ആള്. ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഈ അഴിമതിക്കെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത ആള്. കരുവന്നൂർ ബാങ്കിന്റെ ഏറ്റവും വലിയ വിഷയം നടക്കുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.